പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് എടച്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു സ്കൂട്ടറിലിടിച്ച് അപകടമുണ്ടായി. ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ് വാർത്ത. അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികൻ ഥാർ ജീപ്പിനിടയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഷഹദ് റഹ്മാനാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഷഹദ്, ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? എന്തായാലും സ്കൂട്ടർ യാത്രികന്റെ ആയുസിന്റെ ബലം. ഷഹദ്. ഹാഷ്മി, തീർച്ചയായും അതായത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ അത് വളരെയധികം ഞെട്ടിക്കുന്നതാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഭാഗ്യം കൊണ്ട് മാത്രം അത്ഭുതകരമായി ഈ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെയാണ് ഈ അപകടം നടക്കുന്നത്. മുട്ടുങ്ങൽ നാദാപുരം സംസ്ഥാന പാതയിൽ എടച്ചേരി ടൗണിലാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. ഈ ബൈക്ക് യാത്രക്കാരന്റെ നിയന്ത്രണം വിടുകയായിരുന്നു. തുടർന്ന് മറ്റൊരു ബൈക്കിലിടിക്കുന്നു. ആ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ താർ ജീപ്പിന്റെ അടിയിൽ പോയി പെടുകയായിരുന്നു. ആ താർ ജീപ്പുകാരൻ കൃത്യസമയത്ത് ബ്രേക്ക് പിടിച്ചതുകൊണ്ട്, അതായത് മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല. ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ അതായത് ഒരുപക്ഷെ ഈ വാർത്ത ഇങ്ങനെ ആയിരിക്കില്ല ആ ഘട്ടത്തിൽ പുറത്തു വരിക എന്നുള്ളതാണ്. എന്തായാലും കൃത്യസമയത്ത് ആ താർ ജീപ്പുകാരൻ ഇത്തരത്തിൽ ഈ ബ്രേക്ക് പിടിക്കുന്നു. തുടർന്ന് വാഹനം ഓഫ് ചെയ്ത് നാട്ടുകാർ തള്ളി മാറ്റിയതിന് ശേഷമാണ് ആ ബൈക്ക് യാത്രക്കാരനെ പുറത്തെടുക്കുന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. അതായത് രാവിലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയൊക്കെ വലിയ രീതിയിൽ ഉള്ളതാണ്. അപ്പം ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ബൈക്കിന്റെ നിയന്ത്രണം വിട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം റോട്ടിലൊക്കെ ഇത്തരത്തിലൊരു നനവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തൊക്കെയായാലും ഈ ബൈക്ക് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ് എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം പറയാൻ. കാരണം ഈ CCTV ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. അത്തരത്തിൽ ഭീതിപ്പെടുത്തുന്ന ഒരു CCTV ദൃശ്യമാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. എന്തായാലും ആ താർ ജീപ്പിന്റെ ബൈക്ക് അസാധ്യ ബൈക്കാണ്. ബ്രേക്ക് അസാധ്യ ബ്രേക്കാണ്. അതോ താരോട് ഇടിച്ചു നിൽക്കുകയാണോ ഷഹദ്? ബ്രേക്ക് ചവിട്ടി നിന്നാണ്? അതെ ഹാഷ്മി, അത് ബ്രേക്ക് കൃത്യസമയത്ത് ചവിട്ടിയതാണ്. കാരണം ഈ ബൈക്ക് മറ്റൊരു ബൈക്കിനെ പോയി ഇടിക്കുന്നത് എന്തായാലും ഈ താർ ജീപ്പുകാരൻ കാണുന്നുണ്ട്. കാരണം ഈ ബൈക്ക് യാത്രക്കാരന്റെ എതിർദിശയിലാണ് ഈ താർ ജീപ്പ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അപകടം നടക്കുന്നത് താർ ജീപ്പുകാരൻ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ തന്റെ വാഹനത്തിനടിയിലേക്ക് വരുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഒരു അപകടം നടക്കുന്ന ഘട്ടത്തിൽ ബ്രേക്ക് പിടിച്ചു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ തെറിച്ചു വീണത് ഈ താർ ജീപ്പിനടിയിലേക്കാണ്. അതായത് ഈ ബൈക്ക് യാത്രക്കാരന്റെ ഒരു ഭാഗം ആ ജീപ്പിന്റെ ടയറിനടിയിലുണ്ട്. അദ്ദേഹത്തിന് എണീക്കാൻ പെട്ടെന്ന് സാധിക്കുന്നില്ല. അത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. പിന്നീട് വാഹനം ഓഫ് ചെയ്ത് നാട്ടുകാർ ബാക്കിലേക്ക് തള്ളി മാറ്റുകയാണ്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ആളെ ഈ വാഹനത്തിന്റെ അടിയിൽ നിന്നും പുറത്തേക്ക് എടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാഗ്യത്തിന് മറ്റ് പ്രശ്നങ്ങളില്ല. അത് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. ഒരു പക്ഷേ ഈ ബ്രേക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല സ്ഥിതി എന്നുള്ളതാണ്. എന്തായാലും ഭാഗ്യമെന്ന് പറയട്ടെ, അത്ഭുതമെന്ന് പറയട്ടെ, ഈ ബൈക്ക് യാത്രക്കാരൻ സുരക്ഷിതനാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല. എന്തായാലും ഇപ്പോഴുള്ള പരിക്കെന്ന് പറഞ്ഞാൽ പരമാവധി വല്ല ഒരേലോ ചെറിയ മുറിവോ അല്ലെങ്കിൽ ഒക്കെ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ എന്താണ് നമ്മുടെ ആ താറ് ജീപ്പിൻ്റെ ഡ്രൈവർ ബ്രേക്ക് പിടിക്കാൻ ജസ്റ്റ് ഒന്ന് വൈകിയിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒന്നുകൂടി വൈകിയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല വാർത്ത. അത് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും ആ താർ ഡ്രൈവറുടെ മനസാന്നിധ്യം ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. കാര്യം അതൊരു ജീവൻ രക്ഷിച്ച മനസാന്നിധ്യമാണ്.